ലോക്സഭ ഇലക്ഷൻ മുന്നൊരുക്കങ്ങൾ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ചിതറിപ്പോയി എന്ന് കരുതിയ അല്ലെങ്കിൽ വിഘടിച്ചു പോയി എന്ന് കരുതിയ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ റീഗ്രൂപ്പ് ചെയ്യുന്ന വീണ്ടും ഒന്നിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ ഇവരൊക്കെ ഇന്ത്യ മുന്നണിയിലേക്ക് തിരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ സീറ്റ് വിഭജനം ധാരണയിലാവുന്നു. അഖിലേഷ് യാദവ് മുൻപ് തന്നെ ഇന്ത്യ മുന്നണി ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും കൂടിച്ചേരുകയാണെങ്കിൽ അതൊരു ശക്തമായ മുന്നണിയെ മാറുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ BJP വെള്ളം കുടിച്ചത് തന്നെ. കാരണം BJPയുടെ വിജയമെന്ന് പറയുന്നത് പ്രതിപക്ഷം ശിഥിലമാണ് എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം സമ്മതിക്കാതിരിക്കാനാവുകയില്ല. വീണ്ടും അധികാരത്തിലെത്തിയാൽ ആദ്യ 100 ദിനങ്ങളിൽ നടപ്പാക്കേണ്ട കർമ്മപരിപാടികളാണ് അദ്ദേഹം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സമ്മതിക്കുക തന്നെ വേണം. പക്ഷെ ഓർക്കുക, ഒരു ഇലക്ഷനും 100% ഗ്യാരണ്ടീഡ് അല്ല. ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായി ഇലക്ഷൻ നേരത്തെയാക്കി ജനങ്ങളെ നേരിട്ട BJP 8 നിലയെ പൊട്ടിയ ചരിത്രം BJPക്കാർ ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആത്മവിശ്വാസം നല്ലതാണ്, അമിതാത്മവിശ്വാസം ആവാതിരുന്നാൽ നന്ന്. ഏതാണെങ്കിലും ശക്തമായ ഒരു മത്സരമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഭരണഫലം എന്താണ് എന്ന് കാത്തിരുന്ന് കാണാം.